ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സാം ബൈ NMMS ക്ലാസ്സസ്. സോ നിങ്ങളുടെ NMMSന്റെ പ്രിപ്പറേഷൻ അടിപൊളിയായി മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. സോ മാറ്റിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്പർ സീരീസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഇന്ന് ലെറ്റർ സീരീസും അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക് സീരീസും ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ കൂടുതൽ ടൈം ഞാൻ കളയുന്നില്ല. നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ടാണെങ്കിൽ ചാനലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റർ സീരീസ് നോക്കാം. നമ്മൾ ഓൾറെഡി സീരീസ് എന്താണെന്നുള്ളത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒന്നിന് പിറകെ ഒന്നായി ഒരു സ്പെസിഫിക് പാറ്റേണിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാണ്, നമുക്കിപ്പോൾ നമ്പർ സീരീസ് ആണെങ്കിൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ ലെറ്റർ സീരീസ് ആണെങ്കിൽ ലെറ്റേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇവിടെ സ്പെസിഫിക്കലി ലെറ്റർ സീരീസ് ആണ്. സോ ലെറ്ററിന്റെ അറേഞ്ച്മെന്റ് ആണ്, ലെറ്ററിന്റെ ഒരു സീരീസ് ആക്കിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പല രൂപത്തിൽ അവിടെ റിലേഷൻ വരാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വവൽസ് ഇങ്ങനെ അടുപ്പിച്ച് വരാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വവൽസ് അല്ലാത്ത ലെറ്റേഴ്സിനാണ് നമ്മൾ കോൺസണൻസ് എന്ന് പറയാം, കോൺസണൻസ് അടുപ്പിച്ച് വരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേസ് വാല്യൂ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണ് എന്നുള്ള രൂപത്തിലുള്ള റിലേഷൻസ് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല രൂപത്തിൽ നമുക്ക് അവിടെ സീരീസുകൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി എന്താണ് ലെറ്റർ സീരീസ് നിങ്ങൾക്കറിയാം. ഇനി എന്തൊക്കെ ടൈപ്പ് സീരീസുകൾ ഉണ്ട്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക, ഇതൊക്കെയാണ് നോർമലി നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടതായിട്ട് വരുന്നത് വാല്യൂസ് ഓഫ് ആൽഫബറ്റ്. അപ്പോൾ വാല്യൂസ് ഓഫ് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ പൊസിഷൻ വാല്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്, അപ്പോൾ A1 കൊടുത്തു. ബി സെക്കൻഡ് ലെറ്റർ ആണ്, സി തേർഡ് ലെറ്റർ ആണ്. ആ രൂപത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് E5 ആണ്, നെക്സ്റ്റ് J10 ആണ്, നെക്സ്റ്റ് O15 വരുന്നുണ്ട്, അതുപോലെ തന്നെ S19, T20, അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് Z26 വരുന്നുണ്ട്. അപ്പോൾ പല ആപ്റ്റി ബേസ്ഡ് എക്സാമുകളിലും കുറേ കുട്ടികൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. തുടക്കത്തിൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഇപ്പോൾ പേപ്പറൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിൽ മുകളിൽ തന്നെ എഴുതി വെക്കും അല്ലേ, എ ഫസ്റ്റ് ലെറ്റർ ആണ്, ബി സെക്കൻഡ് ലെറ്റർ ആണ് എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എഴുതി വെക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസിലി മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സംബന്ധിച്ച് ഏതൊരു ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എത്രാമത്തെ പൊസിഷനിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിന് മുമ്പായിട്ട് ആൽഫബറ്റിൻ്റെ റിവേഴ്സ് ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ ട്രിക്സ് കണ്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, റിവേഴ്സ് ഓർഡറിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് ഇജോട്ടി ആണ്. ഓക്കെ, ഇജോട്ടിയെ നിങ്ങൾ മറക്കരുത്. EJOTY കൃത്യമായിട്ട് നോക്കുക. EJOTY 5 ലെറ്റർ ആണ് നമ്മൾ മെയിൻ ആയിട്ട് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്നത് 5th ലെറ്റർ ആണ്, J 10th ലെറ്റർ ആണ്, O 15th ലെറ്റർ ആണ്, T 20th ലെറ്റർ ആണ്, Y 25th ലെറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾ അല്ലെ, 5ന്റെ ഗുണിതങ്ങളാണ് അവിടെ കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിലുള്ള ലെറ്റേഴ്സ് ആണ് ഇജോട്ടിയിൽ നമുക്ക് വരുന്നത്. നമ്മൾ മറക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇജോട്ടി അതിങ്ങനെ ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ ഉറപ്പിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ്? അപ്പോൾ സാർ നമുക്കിപ്പോൾ 5 ലെറ്റർ നമ്മൾ പഠിച്ചു, EJOTY 5 ലെറ്റർ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇതെങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, യു എന്ന് പറയുന്ന ലെറ്റർ അതിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇജോട്ടി വെച്ചിട്ട് അറിയാം, ടി എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ടി കഴിഞ്ഞിട്ട് അടുത്തൊരു ലെറ്റർ ആണ് യു എന്ന് പറയുന്നത്. അപ്പോൾ T+1 20+1 21. നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ വേഗം ആൻസർ പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് N എന്ന് പറയുന്ന ലെറ്റർ, N എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കറിയാം ഓൻ്റെ തൊട്ട് മുമ്പാണ് N വരുന്നത്. O15 ആണ്. O15 ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയും N എന്ന് പറയുന്നത് എത്രയായിരിക്കും, 14 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇജോട്ടി വെച്ചിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സിനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ക്ലിയർ ആണോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇജോട്ടി നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയല്ലോ. ഇജോട്ടി എന്നുള്ള ആ ഒരു വാക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് അങ്ങോട്ട് ഉറപ്പിക്കുക. അപ്പോൾ കൃത്യമായിട്ട് 5, 10, 15, 20, 25. നെക്സ്റ്റ് കോഡാണ് CMW. അപ്പോൾ നമുക്കറിയാം നമ്മൾ BMW എന്നുള്ളൊരു കാർ കേട്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് അഡിഡാസ് എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ചെരുപ്പുകളും അതുപോലെ തന്നെ ടീഷർട്ടും ഒക്കെ അബിബാസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ കോപ്പി ആയിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്താൽ മതി, BMW എന്ന കാർ ബ്രാൻഡിന്റെ ഒരു കോപ്പിയാണ് CMW എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഈ CMW? ജസ്റ്റ് നോക്കുക. C എന്ന് പറയുന്നത് 3rd ലെറ്റർ ആണ്, M എന്ന് പറയുന്നത് 13th ലെറ്റർ ആണ്, W എന്ന് പറയുന്നത് 23rd ലെറ്റർ ആണ്. അപ്പോൾ C നമുക്ക് അറിയുന്നുണ്ടാവും, ABC 3rd ലെറ്റർ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ M-ഉം W-ഉം ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മൈൻഡിലേക്ക് വരണം എന്നുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് C3, M13, W
23 എന്നുള്ള രൂപത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ചെറിയൊരു കോഡ് CMW. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കോഡാണ് സിഫിലോറെക്സ്. നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ടാബ്ലറ്റ്സിൻ്റെ അല്ലെ മരുന്നിൻ്റെ ഒക്കെ പേര് പോലെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത് നോക്കാം. C3 ആണ്, F6 ആണ്, I9 ആണ്, L12 ആണ്, O15 ആണ്, R18 ആണ്, U21 ആണ്, X24 ആണ്. അപ്പോൾ ഒരു കോഡ് സിഫിലോറെക്സ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. CFILORUX സിഫിലോറെക്സ്. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് കൃത്യമായിട്ട്. 3, 6, 9, 12, 15, 18, 21, 24 എന്നുള്ള രൂപത്തിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് കൃത്യമായിട്ട് അവിടെ വരുന്നത്. 3ന്റെ ഗുണിതങ്ങളാണ് ആ പൊസിഷനിൽ വരുന്ന ലെറ്റേഴ്സ് ആണ് നമുക്ക് കൃത്യമായിട്ട് അവിടെ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അവിടെ എടുത്തു വെച്ചിട്ടുള്ള വാല്യൂസ് ഓഫ് ആൽഫബറ്റിന് റിവേഴ്സ് ഓർഡറിലോട്ട് വരാം. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റിവേഴ്സ് ഓർഡറിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം എ എന്ന് പറയുന്നത് തുടക്കത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് എ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ 1ാമത്തെ ലെറ്റർ ആണ്. പക്ഷേ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എത്രാമത്തെ ലെറ്റർ വരിക? ലാസ്റ്റ് ലെറ്റർ ആണ് വരിക. ദാറ്റ് മീൻസ് എത്ര ലെറ്റേഴ്സ് ആണ് ഉള്ളത് ആൽഫബറ്റിൽ? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ദാറ്റ് മീൻസ് അവിടെ എൻ്റെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 26 ആയിരിക്കും. ബി ആണെങ്കിലോ 25 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസഡ് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. A 26 ആണ്, B 25 ആണ്, C 24 ആണ്, D 23 ആണ്. ആ രൂപത്തിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് Z1 വന്നു. അപ്പോൾ സാറേ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ എങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത് എന്നുള്ള ട്രിക്സ് കാര്യങ്ങളൊക്കെ സാറ് പഠിപ്പിച്ചു തന്നു. കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്നുള്ള പൊസിഷൻ വാല്യൂ വേഗം മനസ്സിലാക്കാൻ പറ്റുക? അതിനൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. സോ നമുക്ക് നേരെ അതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ലെറ്ററിൻ്റെ ബാക്ക്വേർഡ് പൊസിഷൻ മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് W എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. ഡബ്ല്യുവിൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് CMW എത്രയാ? 23 ആണ്. അപ്പോൾ ഈ 23നെ 27 മൈനസ് ചെയ്താൽ മതി. 27 മൈനസ് 23 4 ആയിരിക്കും ഇതിൻ്റെ ബാക്ക്വേർഡ് പൊസിഷൻ. ബാക്കിൽ നിന്നുള്ള പൊസിഷൻ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ എടുക്കാം. N. അപ്പോൾ Nൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നമുക്കറിയാം 14 ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ നിന്നുള്ള പൊസിഷൻ 27 മൈനസ് 14 = 13. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 27ൽ നിന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ മൈനസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ എൻ്റെ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കാം. 27ൽ നിന്ന് എൻ്റെ പൊസിഷൻ വാല്യൂ 1 ആണ്. 27 മൈനസ് 1 26. അതാണ് ബാക്ക്വേർഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ബാക്ക്വേർഡ് പൊസിഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ പ്ലേസ് വാല്യൂ നിങ്ങൾ പഠിച്ചു. ബാക്കിൽ നിന്നുള്ള ആ ഒരു പൊസിഷനും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു. ഇനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്? അപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റത്തെ ലെറ്ററും ലാസ്റ്റത്തെ ലെറ്ററും, ഫ്രണ്ടിൽ നിന്ന് 2ാമത്തെ ലെറ്ററും ബാക്കിൽ നിന്ന് 2ാമത്തെ ലെറ്ററും, ഫ്രണ്ടിൽ നിന്ന് 3ാമത്തെ ലെറ്ററും ബാക്കിൽ നിന്ന് 3ാമത്തെ ലെറ്ററും, ഇങ്ങനെ ഇവരൊക്കെ ഒരു ടീമായിട്ട് വരികയാണ്. അതാണ് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് A ആണ്. ബാക്കിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് Z ആണ്. അപ്പോൾ Aയും Zഉം ഒരു ടീമായി അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ലെറ്റർ പെയർ ആയി. എന്താണ് ഓപ്പോസിറ്റ് ലെറ്റർ പെയർ ആയി. ഓക്കെ, അതുപോലെ തന്നെ Bയും Yയും, Cയും Xും, Dയും Wയും, Eയും Bയും, Fഉം Uവും, Gയും Tയും, Hഉം Sഉം, Iയും Rഉം, Jയും Qവും, Kയും Pയും, Lഉം Oയും, അതുപോലെ തന്നെ Mഉം Nഉം. അങ്ങനെ കൃത്യമായിട്ട് 13 പെയേഴ്സ് 13 പെയേഴ്സ് ആണ് നമുക്ക് അവിടെ ഉണ്ടായിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ, ഇവിടെയും കുറച്ച് റിലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് M അറിയാം, പക്ഷേ എമ്മിൻ്റെ പൊസിഷൻ വാല്യൂ നിങ്ങൾക്ക് 13 ആണെന്നും അറിയാം. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണെന്ന് അറിയില്ല. ഇവിടെ നിങ്ങൾ ചെറുങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ പൊസിഷൻ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, എൻ്റെ പൊസിഷൻ വാല്യൂ 1 ആണ്. ഫ്രണ്ടിൽ നിന്നുള്ള പൊസിഷൻ ആണ്. ഇസഡിൻ്റെ ആണെങ്കിലോ 26 ആണ്. ഈ 1 + 26 നമുക്ക് എത്ര വരിക? 27 വരും. ഓക്കെ ആണല്ലോ. ഇനി ബീൻ്റെ പൊസിഷൻ വാല്യൂ 2 ആണ്.
വൈൻ്റെ പൊസിഷൻ വാല്യൂ 25 ആണ്. 2 + 25 അതും 27 വരും. സിൻ്റെ പൊസിഷൻ വാല്യൂ 3 ആണ്. എക്സിൻ്റെ പൊസിഷൻ വാല്യൂ 24 ആണ്. 24 + 3 അതും 27 വന്നു. അപ്പോൾ ഏതൊരു പെയർ എടുത്തു കഴിഞ്ഞാലും, ഏതൊരു ഓപ്പോസിറ്റ് ലെറ്റർ പെയർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വാല്യൂവിൻ്റെ ആഡ് ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണടാ? 27 കിട്ടണം. ഓക്കെ, അപ്പം അങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാം സിമ്പിളായിട്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഐ അറിയാം. അപ്പോൾ എനിക്കറിയാം ഐൻ്റെ പൊസിഷൻ വാല്യൂ 9 ആണ്. അപ്പോൾ 9ലേക്ക് എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 27 എത്തുക? 18 ആണ്. അപ്പോൾ 18th ലെറ്റർ ഏതാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് അങ്ങനെ നോക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും? കുറച്ച് കോഡുകളൊക്കെ ഉപയോഗിക്കാം. എയും ഇസഡും ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയുന്നുണ്ട്, നമ്മൾ മറക്കാൻ ചാൻസ് ഇല്ല. ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും. ബിയും വൈയും അങ്ങനെ തന്നെ. ഓക്കെ, സി എക്സും ഏകദേശം അല്ലേ, അതിനൊന്നും ഒരു കോഡ് ആവശ്യമില്ല. ഇപ്പൊ ഡി ഡബ്ല്യു ആണെങ്കിൽ നമുക്ക് ഡ്യൂ എന്ന് ഉപയോഗിക്കാം. ഡ്യൂ ഒരു കോഡായിട്ട് ഉപയോഗിക്കാം. ഇ വി ആണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇ വിയുടെ ഒരു കാലമാണ്, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഇ വി നിങ്ങൾക്ക് മൈൻഡിൽ വെക്കാൻ പറ്റും. പിന്നെ ജി ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോട്ട് അല്ലെ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നോ അല്ലെങ്കിൽ ഗോട്ട് അല്ലെ, ഗോട്ടാണെന്നുള്ള രൂപത്തിൽ അങ്ങനെ. അല്ലാന്നുണ്ടെങ്കിൽ ജി ടി റോഡ് എന്നൊക്കെയുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. IR വേണമെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്നുള്ളൊരു കോഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, MN വേണമെങ്കിൽ നിങ്ങൾക്ക് മാൻ എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. LOക്ക് ലവ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കോഡ് സെറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വേഗം മൈൻഡിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു കോഡ് നിങ്ങൾക്ക് അതിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് എക്സാമിനും കാര്യങ്ങൾക്കൊക്കെ എന്തായിരിക്കും? കൃത്യമായിട്ടത് എളുപ്പം ആയിരിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് എന്ത് വരുന്നത്? കൺസെപ്ച്വലി കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീരീസ്. താഴെ തന്നിരിക്കുന്ന ആ ഒരു സീരീസിലെ അടുത്തൊരു പദം, അടുത്തൊരു ടേം ഏതാന്നുള്ളതാണ്, അല്ലെങ്കിൽ അടുത്തൊരു ലെറ്റർ ഏതാന്നുള്ളതാണ് നമ്മളോട് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡി എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആടാ? ഡി എന്ന് പറയുന്നത് 4th ലെറ്റർ ആണ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് 4th ലെറ്റർ ആണ്. ഇനി ജി എന്ന് പറയുന്നത് 7th ലെറ്റർ ആണ്. ജെ 10th ലെറ്റർ ആണ്. എം 13th ലെറ്റർ ആണ്. പി 16th ലെറ്റർ ആണ്. ഓക്കെ, D4 നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. G7 അല്ലേ, ഇജോട്ടി EFG. അപ്പോൾ 2ലേക്ക് 5ലേക്ക് 2 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ജി എത്തുക. ദാറ്റ് മീൻസ് 7th ലെറ്റർ ആണ്. J10 ആണ്, ഇജോട്ടി തന്നെ ജെ വരുന്നുണ്ട്. CMW നമ്മൾ പഠിച്ചതാണ് 13. പി നമുക്ക് O15 ആണ്. അപ്പോൾ O കഴിഞ്ഞിട്ട് അടുത്തൊരു ലെറ്റർ ആണ്. ദാറ്റ് മീൻസ് 16th ലെറ്റർ പി വരും. അപ്പോൾ ജസ്റ്റ് നോക്കടാ, ഇവിടെ 4ൽ നിന്ന് 7ലേക്ക്, 4ൽ നിന്ന് 7ലേക്ക് +3, 7ൽ നിന്ന് 10ലേക്ക് വീണ്ടും +3, 10ൽ നിന്ന് 13ലേക്ക് വീണ്ടും +3, 13ൽ നിന്ന് 16ലേക്ക് വീണ്ടും +3. ഓക്കെ, അപ്പോൾ +3 എന്നുള്ള രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും ഒരു +3 ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് 16 + 3 19, 19 ആണ് വരിക. ഓക്കെ, അപ്പോൾ 19th ലെറ്റർ ഏതാ? 19th ലെറ്റർ ടി ആണ്. നമുക്ക് 20th ലെറ്റർ വരുന്നത്. അപ്പോൾ R ആണ് 18th. അപ്പോൾ RST അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ S ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് എന്ത് ചെയ്യുക? വരുന്നുണ്ടായിരിക്കുക. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സീരീസിൽ, താഴെ തന്നിരിക്കുന്ന സീരീസിലെ നെക്സ്റ്റ് ലെറ്റർ ഏതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ടുള്ളത്. സോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഓരോന്നിൻ്റെയും പൊസിഷൻ വാല്യൂസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ എന്ത് കൈൻഡ് ഓഫ് സീരീസ് ആണ്? ഒരു ഡിഫറൻറ്റ് സീരീസ് അല്ലേ. ഒരു 3 എന്ന് പറയുന്ന ഒരു ടേം ആഡ് ചെയ്ത് പോവാണ്. ഇവിടെ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് 1st ലെറ്റർ ആണ്. ബി 2nd ലെറ്റർ ആണ്. ഡി 4th ലെറ്റർ ആണ്. എച്ച് 8th ലെറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ 1 × 2 ആണ് 2, 2 × 2 ആണ് 4, ഇനി 4 × 2 ആണ് 8 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 8 × 2 നമുക്ക് 16 ആണ് നെക്സ്റ്റ് വരേണ്ടത്. 16ാമത്തെ ലെറ്റർ ഏതാ? 16ാമത്തെ ലെറ്റർ പി ആണ്. സോ പി ആയിരിക്കും നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെക്സ്റ്റ് ലെറ്റർ ഇൻ ദ സീരീസ്? താഴെ തന്നിരിക്കുന്ന സീരീസിലെ അടുത്തൊരു ലെറ്റർ ഏതാന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ബി ഡി ജി കെ പി എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ കൃത്യമായിട്ട് നമുക്ക് ലെറ്റേഴ്സ് അതിൻ്റെ പൊസിഷൻ വാല്യൂസ് പുട്ട് ചെയ്യാം. ബി 2ാമത്തെ ലെറ്റർ അല്ലേ? ബി 2 ആണ്. ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ ആണ്. ജി 7ാമത്തെ ലെറ്റർ ആണ്. കെ 11ാമത്തെ ലെറ്റർ ആണ്. നെക്സ്റ്റ് പി എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്റർ ആണ്. ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുന്നുണ്ട്. 2 4 7 11 16, 2 4 7 11 16. ഓക്കെ, 2ൽ നിന്ന് 4ലേക്ക് 2 കൂടി,
4ൽ നിന്ന് 7ലേക്ക് 3 കൂടി, 7ൽ നിന്ന് 11ലേക്ക് 4 കൂടി, 11ൽ നിന്ന് 16ലേക്ക് 5 കൂടി. സോ 2 കൂടി, 3 കൂടി, 4 കൂടി, 5 കൂടി. അപ്പോൾ അടുത്തത് എത്ര കൂടും? 6 കൂടും. അപ്പോൾ 16 + 6 എത്രയാ വരിക? നമുക്ക് 22 വരും. 22 വരും. ഏതാണ് 22ാമത്തെ ലെറ്റർ? 22ാമത്തെ ലെറ്റർ നമുക്ക് 20ാമത്തെ ലെറ്റർ ടി ആണ്. അപ്പോൾ ടി യു വി, വി ആണ് നമുക്ക് 22ാമത്തെ ലെറ്റർ എന്ത് ചെയ്യുക വരുന്നുണ്ടായിരിക്കുക. സോ വി ആണ് നമുക്ക് അവിടെ ആൻസർ വരിക. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ലെറ്ററിന്റെ പൊസിഷൻ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആൻസറിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഐ എക്സ് ജെ ഡബ്ല്യു കെ വി എൽ. ഓക്കെ, അപ്പോൾ ഐൻ്റെ പൊസിഷൻ വാല്യൂ 9 ആണ്, എക്സ് 24 ആണ് അല്ലേ, എക്സ് വൈ സെഡ് 24, 25, 26. ഓക്കെ, നെക്സ്റ്റ് ജെ 10 ആണ്, ഡബ്ല്യു 23 ആണ്, സി എം ഡബ്ല്യു 23 ആണ്, കെ 11 ആണ്, വി 22 ആണ്, എൽ 12 ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ ഇപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട് അല്ലേ? സിമ്പിളാണ്. എങ്ങനെ? ഇവിടെ 9ൽ നിന്ന് 10ലേക്ക്, 9ൽ നിന്ന് 10ലോട്ടെത്തി, 10ൽ നിന്ന് 11ലോട്ടെത്തി, ദെൻ 11 to 12ലോട്ടെത്തി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുക, 24ൽ നിന്ന് 23ലോട്ട് വന്നു, 23ൽ നിന്ന് 22ലോട്ട് വന്നു. നെക്സ്റ്റ് 22ൽ നിന്ന് നമ്മൾ എവിടെ എത്തണം? 22ൽ നിന്ന് നമ്മൾ 21ലെത്തണം. ഓക്കെ, അപ്പോൾ 21ാമത്തെ ലെറ്റർ ഏതാ? 21ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് യു ആണ്. ഓക്കെ, അപ്പോൾ യു ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നമ്പർ സീരീസ് എന്താന്ന് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ ലെറ്റർ സീരീസും പഠിച്ചു. ഓക്കെ ആണല്ലോ? നമ്പർ സീരീസ് പഠിച്ചു, ലെറ്റർ സീരീസ് പഠിച്ചു. അപ്പോൾ നമ്പർ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സീരീസിലൊക്കെ തന്നെ നമ്പേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ലെറ്റർ സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു സീരീസിൽ ലെറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇനി ഒരു സീരീസിൽ നമ്പറും ലെറ്ററും മിക്സ് ചെയ്ത് വന്നാലോ? അങ്ങനെയുള്ള കൈൻഡ് ഓഫ് സീരീസിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. അവിടെ ആൽഫബറ്റും ഉണ്ടാവും, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്പേഴ്സും ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. A1 B4 C9 -E25. കൃത്യമായിട്ട് നോക്കുക, എ എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണ്. ഓക്കെ, അതിനടുത്ത് 1 തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് ലെറ്റർ ആണ്, അതിൻ്റെ തൊട്ടടുത്ത് 4 ആണ് വരുന്നത്. സി എന്ന് പറയുന്നത് തേർഡ് ലെറ്റർ ആണ്, അതിൻ്റെ തൊട്ടടുത്ത് 9 ആണ് വരുന്നത്. നെക്സ്റ്റ് ടേം ഇല്ല. നെക്സ്റ്റ് ടേം 5 ആണ്. 5 എന്ന് പറയുന്നത് ഫിഫ്ത്ത് ലെറ്റർ ആണ്, അതിൻ്റെ അടുത്ത് 25 ആണ് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് 1ൻ്റെ സ്ക്വയർ ആണ് 1 അല്ലേ, 2ൻ്റെ സ്ക്വയർ ആണ് 4, 3ൻ്റെ സ്ക്വയർ ആണ് 9, നെക്സ്റ്റ് 5ൻ്റെ സ്ക്വയർ ആണ് 25. അപ്പോൾ ഇവിടെ 4 അതിൻ്റെ സ്ക്വയർ വരണം. ദാറ്റ് മീൻസ് 4ഉം 16ഉം ആയിരിക്കും. പക്ഷെ 4 ആണോ ആൻസർ വരിക? അല്ല, 4th ലെറ്റർ ആണ് വരിക. ദാറ്റ് മീൻസ് D16 ആയിരിക്കും നമുക്ക് അവിടെ കൃത്യമായിട്ട് ആൻസർ വരിക. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ നമുക്ക് സീരീസ് നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റ്, അതായത് ലെറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്പേഴ്സും അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് NMS മുമ്പ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് KEL NDM QCN, അടുത്തൊരു ടേം ഏതാന്നുള്ളത്. അപ്പോൾ K എന്ന് പറയുന്നത് 11th ലെറ്റർ ആണ്, N 14 ആണ്, അതുപോലെ തന്നെ Q 17 ആണ്. ഓക്കെ, അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻ അവിടെ കിട്ടേണ്ടതാണ്. 11, 14, 17. ഓക്കെ, 11, 14, 17. 11ലേക്ക് 3 കൂടി 14 ആയി, 14ലേക്ക് വീണ്ടും 3 കൂടി 17 ആയി. അപ്പോൾ വീണ്ടും 3 കൂടുന്ന സമയത്ത് നമുക്ക് 20ാമത്തെ ലെറ്റർ ആണ് കിട്ടുക. 20ാമത്തെ ലെറ്റർ ഏതാണ്? 20ാമത്തെ ലെറ്റർ ടി ആണ്. സോ ഫസ്റ്റ് ലെറ്റർ ടി ആയിരിക്കും. ഇവിടെ ടി ഓപ്ഷനിൽ വരുന്നത് എയും ബിയും മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ആൻസർ നമുക്ക് SBO എന്ന് പറയുന്ന ആൻസർ എന്തായാലും ആവില്ല. അതുപോലെ തന്നെ SBP അതും നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട, ഫുൾ ആൻസേഴ്സ് ചിലപ്പം കണ്ടെത്തേണ്ടി വരില്ല. ഓക്കെ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആൻസർ വരാൻ സാധ്യത ഇല്ലാത്ത ആൻസേഴ്സ് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. ഇ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ലെറ്റർ ആണ്, 5ാമത്തെ ലെറ്റർ ആണ്. ഡി 4ാമത്തെ ലെറ്റർ ആണ്. സി 3ാമത്തെ ലെറ്റർ ആണ്. 5, 4, 3. അപ്പോൾ അടുത്തത് 2ാമത്തെ ലെറ്റർ വരും. ദാറ്റ് മീൻസ് ബി ആണ് വരിക. അപ്പോൾ
അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയി അല്ലേ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ വരിക, TBO. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഓൻ്റെ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് അങ്ങനെ വേണ്ട ആവശ്യം വരില്ല. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. L എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ ആണ്, M 13 ആണ്, N 14 ആണ്. അങ്ങനെയാണെങ്കിൽ 15ാമത്തെ ലെറ്റർ O ആണ്. അത് തന്നെയാണ് ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. സോ എത്ര സിമ്പിൾ ആയിട്ടാണ് നമുക്കത് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആൻസർ വരാൻ സാധ്യതയില്ലാത്ത ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണോ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് ആൻസർ ചെയ്യാം. നെക്സ്റ്റ്, KZM LXP MVS അടുത്തൊരു ടേം ഏതാന്നുള്ളതാണ്. ഇപ്പൊ K എന്ന് പറയുന്നത് 11ാമത്തെ ലെറ്റർ ആണ്, L 12 ആണ്, M 13 ആണ്. ഇപ്പൊ 14ാമത്തെ ലെറ്റർ N ആണ് അല്ലേ. പക്ഷെ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷനിലും കൃത്യമായിട്ട് എന്താണ്, N തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷനും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് Z 26ാമത്തെ ലെറ്റർ ആണ് അല്ലേ, X 24 ആണ്, നെക്സ്റ്റ് V 22 ആണ്. അപ്പൊ ഇങ്ങനെ 2 കുറഞ്ഞു പോവാണ്, 26, 24, 22. അപ്പൊ അടുത്തത് 20ാമത്തെ ലെറ്റർ ആണ് വരിക. 20ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് T ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ NSV വെട്ടാം, അതുപോലെ തന്നെ NXUയും വെട്ടാം. ഇനി നമുക്ക് NTU എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ NTV എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനും ഉണ്ട്. ഇനി ജസ്റ്റ് നോക്കാം. M എന്ന് പറയുന്നത് 13ാമത്തെ ലെറ്റർ ആണ്, P എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്റർ ആണ്, S എന്ന് പറയുന്നത് 19ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 3 കൂടി അല്ലേ, 13 16 ആയി, 16 19 ആയി. അപ്പൊ നെക്സ്റ്റ് ആൻസർ വരിക 22 ആയിരിക്കും. 22 എന്ന് പറയുന്നത് ഏതാണ് ലെറ്റർ, ഈ V ആണ്. സോ NTV എന്നുള്ള മൂന്നാമത്തെ ഈ ഒരു ഓപ്ഷൻ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ അവിടെ നമ്മൾ മുഴുവനായിട്ട് കണ്ടെത്തേണ്ടി വന്നു. ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളവിടെ ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് എല്ലാ ഓപ്ഷനിലും ഫസ്റ്റ് N അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഡയറക്റ്റ്ലി N ആണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. IJKMNORST. അപ്പൊ I എന്ന് പറയുന്നത് 9ാമത്തെ ലെറ്റർ ആണ്, M 13ാമത്തെ ലെറ്റർ ആണ്, R 18ാമത്തെ ലെറ്റർ ആണ്. ജസ്റ്റ് നോക്കുക, 9, 13, 18 ഫസ്റ്റത്തെ ലെറ്റർ മാത്രമാണ് അല്ലേ. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിലൊക്കെ തന്നെ ആ ഒരു ടേമിന്റെ ഓരോന്നിന്റെയും ഫസ്റ്റത്തെ ലെറ്റർ മാത്രമാണ് നമ്മൾ എടുത്തത്. അപ്പൊ 9ൽ നിന്ന് 13ലേക്ക് +4, 13ൽ നിന്ന് 18ലേക്ക് എത്രയായി, +5 ആയി. ഓക്കെ, അപ്പൊ 4 കൂടി പിന്നെ 5 ആണ് കൂടുന്നത്. അപ്പൊ അടുത്തത് മിക്കവാറും എന്തായിരിക്കും കൂടുന്നുണ്ടാവുക, +6 6 ആയിരിക്കും കൂടുന്നുണ്ടാവുക. അപ്പൊ 18 + 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. 24ാമത്തെ ലെറ്റർ X ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ A ആയിരിക്കണം നമ്മുടെ ആൻസർ. അത് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഞാനിവിടെ അതൊന്ന് വെരിഫൈയും കൂടി ചെയ്യുന്നുണ്ട്. അടുത്ത ലെറ്റർ നോക്കുക, J ആണ്. J 10th ലെറ്റർ ആണ്. നെക്സ്റ്റ് N 14ാമത്തെ ലെറ്റർ ആണ്. നെക്സ്റ്റ് S 19ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇവിടെയും 4 കൂടി 5 കൂടി, അപ്പോൾ 6 കൂടുന്ന സമയത്ത് 25ാമത്തെ ലെറ്റർ നമുക്ക് Y വരും. അടുത്തത് Z തന്നെയാണ്. വേറൊരു റിലേഷൻ ഇവിടെ നോക്കുക, IJK അടുത്തടുത്ത ലെറ്റർ ആണ്, MNORST. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ തന്നെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്താൽ X ആണ്. അപ്പോൾ XYZ തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ അവിടുന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. AYD BXF CWH അടുത്തൊരു ടേം. അപ്പോൾ ABC, അപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ D ആണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. ഇനി YXW, അപ്പോൾ ബാക്കിലോട്ട് വരികയാണ്. Y അതിന് മുമ്പുള്ള ലെറ്റർ X, അതിന് മുമ്പുള്ള ലെറ്റർ W. ഓക്കെ, W 23ാമത്തെ ലെറ്റർ ആണ്. അപ്പം നമുക്ക് 22ാമത്തെ ലെറ്റർ കിട്ടണം, V ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആൻസർ അല്ല, ഈ ഒരു ആൻസർ അല്ല, ഈ ഒരു ആൻസർ അല്ല. ഓപ്ഷൻ B ആയിരിക്കും നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് റിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് D എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്, H 8ാമത്തെ ലെറ്റർ ആണ്, 4 6 8. അപ്പോൾ അടുത്ത് 10ാമത്തെ ലെറ്റർ ആയിട്ടുള്ള J ആൻസർ വരും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CKFJIL നെക്സ്റ്റ് ഒരു ലെറ്റർ ഏതാന്നുള്ളതാണ്. C 3ാമത്തെ ലെറ്റർ ആണ്, F 6ാമത്തെ ലെറ്റർ ആണ്, I 9ാമത്തെ ലെറ്റർ ആണ്. 3 6 9 അല്ലേ, 3 കൂടി വീണ്ടും 3 കൂടി അടുത്ത് 3 കൂടി. സോ 12ാമത്തെ ലെറ്റർ ആണ് വരിക. 12ാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ആയി ഓപ്ഷൻ B ആണ്. ഇനി കൃത്യമായിട്ട് ബാക്കിയുള്ള റിലേഷൻ നോക്കുക. ഈ K എന്ന് പറയുന്നത് 11ാമത്തെ ലെറ്റർ ആണ്, J എന്ന് പറയുന്നത് 10ാമത്തെ ലെറ്റർ ആണ്, നെക്സ്റ്റ് L എന്ന് പറയുന്നത് 12ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ 11ൽ നിന്ന് 10ലോട്ട് വരുന്ന സമയത്ത് -1 ആണ്, 10ൽ നിന്ന് 12ലോട്ട് വരുന്ന സമയത്ത് +2 ആയി. അപ്പോൾ 1 1ന്റെ ഇരട്ടിയാണ് 2. അപ്പോൾ അടുത്തത് എന്താവും, കൃത്യമായിട്ട് 2ന്റെ ഇരട്ടി. ഓക്കെ,
2ന്റെ ഇരട്ടി 4 ആണ്. പക്ഷെ ഇവിടെ ആദ്യം മൈനസ് വന്നു, പിന്നെ പ്ലസ് വന്നു. അപ്പോൾ പിന്നെ അടുത്ത് എന്താ വരിക? മൈനസ് ആണ്. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 12 - 4 8ാമത്തെ ലെറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക. അത് തന്നെയാണ് കൃത്യമായിട്ട് എച്ച് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. CD FGH JKLM, അടുത്തത് വരുന്നില്ല UVWXYZ. അപ്പോൾ ആദ്യം ഇവിടെ 2 ലെറ്റർ, പിന്നെ 3 ലെറ്റർ, പിന്നെ 4 ലെറ്റർ. അപ്പോൾ 5 ലെറ്റർ ഉണ്ടാവും നമ്മുടെ ആൻസറിൽ അല്ലേ? 2 ലെറ്റർ, 3 ലെറ്റർ, 4 ലെറ്റർ, 5 ലെറ്റർ നമ്മുടെ ആൻസറിൽ ഉണ്ടാവും. സോ ഈ ഒരു ആൻസർ അല്ല, ഇതും അല്ല. ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുക. CD വന്നു. അടുത്തത് ഇനെ ഉൾപ്പെടുത്തിയില്ല, ഇ വന്നിട്ടില്ല. നെക്സ്റ്റ് ഇ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ FGH വന്നു. FGH നെക്സ്റ്റ് I വന്നില്ല. നെക്സ്റ്റ് JKLM വന്നു. അടുത്ത് കഴിഞ്ഞിട്ട് N വന്നില്ല. ഓക്കെ, ഇപ്പം N വരാതെ പിന്നെ OPQRS വന്നു. ഓക്കെ, അടുത്ത ആര് വരില്ല? T വരില്ല. അടുത്ത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുക? UVWXYZ. അപ്പോൾ കൃത്യമായിട്ട് OPQRS അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ വരിക. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. D8T G12Q J16N. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ടേം. ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്റർ ആണ്, ജി 7ാമത്തെ ലെറ്റർ ആണ്, ജെ 10ാമത്തെ ലെറ്റർ ആണ്. 4, 7, 10. അപ്പോൾ അടുത്തത് 13ാമത്തെ ലെറ്റർ വരും, അതായത് M ആണ്. ഓക്കെ, സോ ഈ ഒരു ഓപ്ഷൻ അല്ല, ഈ ഒരു ഓപ്ഷനും അല്ല. നെക്സ്റ്റ് 8, 12, 16 നോക്കുക. 8, 12, 16, 4 കൂടി, വീണ്ടും 4 കൂടി. അപ്പോൾ അടുത്തത് വീണ്ടും ഒരു 4 കൂടുന്ന സമയത്ത് 16 + 4 നമുക്ക് 20 ആണ് വരിക. ഓക്കെ, 20ാമത്തെ ലെറ്റർ ഏതാ? അല്ലെങ്കിൽ 20 തന്നെയാണ് എഴുതേണ്ടത്, ലെറ്റർ അല്ല, കൃത്യമായിട്ട് 20 തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, സോ രണ്ടിലും നമുക്ക് 20 തന്നെയാണ് കൃത്യമായിട്ട് വരുന്നത്. സോ അവിടെ നമുക്ക് കാര്യമല്ല, ഇത് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നെക്സ്റ്റ് T 20ാമത്തെ ലെറ്റർ ആണ്, Q 17ാമത്തെ ലെറ്റർ ആണ്, N 14ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ എന്താണ്? -3, പിന്നെയും -3 അല്ലേ? അപ്പോൾ അടുത്തതും -3 നമുക്ക് കൃത്യമായിട്ട് വരണം. ഓക്കെ, നോക്കുക. 20, 17, 14. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 കുറഞ്ഞു, വീണ്ടും 3 കുറഞ്ഞു, വീണ്ടും 3 കുറയുന്ന സമയത്ത് നമുക്ക് 11 ആണ് വരിക. 11ാമത്തെ ലെറ്റർ ഏതാണ്? K ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3C10 6E12 18G16. ഇപ്പോൾ 3, 6, 18. ഓക്കെ, കൃത്യമായിട്ട് നോക്കുക. 3, 6, 18. ഓക്കെ, 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ 6ലോട്ട് എത്തുന്നത് അല്ലേ? 6നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 18ലോട്ട്. അപ്പോൾ × 2 × 3. അപ്പോൾ അടുത്തത് ഏത് വരണം? × 4 വരണം. 18 × 4 എന്ന് പറഞ്ഞാൽ 72 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്ഷനും അല്ല, ഈ ഒരു ഓപ്ഷനും അല്ല. നമ്മുടെ ആൻസർ നമുക്ക് മനസ്സിലാവും. 72 ആണ് നമുക്ക് തുടക്കത്തിൽ വരേണ്ടത്. ഇനി ജസ്റ്റ് നോക്കുക. സി എന്ന് പറഞ്ഞാൽ 3ാമത്തെ ലെറ്റർ ആണ്, ഇ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ലെറ്റർ ആണ്, ജി 7ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ 3, 5 2 ആഡ് ചെയ്തു, 5ൽ നിന്ന് 7 വീണ്ടും 2 ആഡ് ചെയ്തു, ഇനി 7ൽ നിന്ന് 2 ആഡ് ചെയ്യുന്ന സമയത്ത് 9ാമത്തെ ലെറ്ററിലോട്ട് എത്തും. ഏതാ 9ാമത്തെ ലെറ്റർ? I ആണ്. സോ അവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടും, ഓപ്ഷൻ എ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ 72, പിന്നെ I വന്നു. ഇനി ലാസ്റ്റ് എന്താ നോക്കുക? 10, 12, 16. 10ൽ നിന്ന് 2 കൂടി 12 ആയി, 12ൽ നിന്ന് 4 കൂടി 16 ആയി. അപ്പോൾ 16ൽ നിന്ന് 6 കൂടും, 2, 4, 6. അപ്പോൾ 6 കൂടി കഴിഞ്ഞാൽ നമുക്ക് 22 കിട്ടും. 22 കൃത്യമായിട്ട് ആൻസറിൽ വരുന്നത്. ഓക്കെ, സോ 72 I 22 എന്നുള്ളതാണ് നമുക്ക് കൃത്യമായിട്ട് റൈറ്റ് ആൻസർ വരിക. സോ ഇത്രയൊക്കെയാണ് ഈ ലെറ്റർ സീരീസ് എന്നുള്ള ടോപ്പിക്കിൽ നിങ്ങൾ മേജറായിട്ട് കവർ ചെയ്യാനുള്ള ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ മാത്സ് സെഷൻസുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.